السلام عليكم ورحمة الله وبركاته. كيف حالكم يا إخواني والأخوات؟ നമ്മുടെ ടെക്നോളജി അൽഹംദുലില്ലാ. ചെറിയ ഒരു എന്താ പറയാ പ്രോബ്ലം ഉണ്ട്. എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കിയെല്ലാം സെക്കൻഡ് വളരെ സ്ലോ ആണ് കമ്പ്യൂട്ടർ. എപ്പോഴും ടെക്നോളജി അവലംബിക്കുന്നുണ്ടാണോ? എന്താ സംഭവം മനസ്സിലാകും. ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയത്? الدرس الخامس بقية تمارين. بقية تمارين. بقية تمارين. ഫയല് പോലും വരുന്നില്ല. കമ്പ്യൂട്ടറിന് നമ്മളെക്കാൾ സ്പീഡ് കുറവാണ്. ഇങ്ങനെ ചിലപ്പോ കോവിഡ് പിടിച്ചോന്നറിയില്ല. കോവിഡിന് മുമ്പ് വാങ്ങിയ കമ്പ്യൂട്ടറാ. ഇന്ന് നമ്മള് ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വാങ്ങുന്നു. അതുകൊണ്ടൊന്നും ഉപയോഗമില്ല. പേജ് നമ്പർ رقم 51. 51. 51. يخدع. ഇങ്ങനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന. അപ്പൊ ഞാൻ വിചാരിച്ച് പൂർവാധികം ഭംഗിയായി വർക്ക് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്ക്രീൻ കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ട്. തമാരീൻ എത്തില്ല. വരുന്നില്ലല്ലേ? ഡിസ്പ്ലേ വരുന്നില്ലല്ലോ. ഇല്ല ഡിസ്പ്ലേ ഇല്ല. ഓക്കെ, പേജ് നമ്പർ ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ, അതിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ യൂണിറ്റ് 5 ആണ്. ദർസുൽ ഖാമിസ്. ദർസുൽ ഖാമിസിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാ പഠിച്ചത്? ആവുന്നത്, അതായത് മുഅത്തല്ലാണ് പഠിക്കുന്നത് അല്ലേ? അഫ്ആലുൽ മുഅത്തല്ലിൽ ഖാല, ഈദ, ഇബ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്? അജ്വഫാണ് അല്ലേ? അജ്വഫ് എന്ന് പറഞ്ഞാൽ എന്താ?
മത്തലുൽ മധ്യത്തിലെ ഐനി മധ്യത്ത് മത്തലുൽ ഐനി ഹർഫുൽ ഇല്ലത്ത് മധ്യത്തുണ്ട്. ഹർഫുൽ ഇല്ലത്ത് മധ്യത്തുണ്ട്. അപ്പൊ കാല എന്നത് തീലയാകും, ബ എന്നത് ബി ആകും, സാദ് എന്നത് സീദയാകും, യഖൂലു എന്നത് യുഖാലു യുഖാലു ആകും, യബിഉ എന്നത് യുബാഉ, യുബാഉ ആകും, യസീദ് എന്നുള്ളത് യുസാദു, യുസാദ് ആകും. ഇതെല്ലാം മജ്ഹൂലിന്റെ സംഗതിയാണ്. യഖാഫു യുഖാഫു. പിന്നീട് നമ്മൾ സാക്കി വരുമ്പോഴത്തേക്ക് അസാക്കി ആണെങ്കിൽ ജായിട്ട് എഴുതണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സാക്കിൻ എന്ന് എഴുതണമെന്ന് പറഞ്ഞു, കുടിപ്പിക്കുന്നവന് അല്ലേ. പിന്നീട് നമ്മൾ ഇസ്മുൽ മഫ്ഊൽ പഠിച്ചു. ഏതിന്റെ? സർറ യസിറുവിന്റെ അദ്ദ യഉദ്ദു ഇസ്മുൽ മഫ്ഊൽ പഠിച്ചു. സബ്ബ യസുബ്ബു. സർറയുടെ ഇസ്മുൽ മഫ്ഊൽ എന്താണ്? മസ്റൂറുൻ. അദ്ദ മഗ്ദൂവൻ മഅദൂദുൻ. സബ്ബ മസ്ബൂബുൻ മസ്ബൂബുൻ. ഹല്ല മഹ്ലൂലും, മഹ്ലൂലുൻ. ആ പിന്നെ കാലയുടെ ഇസ്മുൽ മഫ്ഊൽ എന്തായിരിക്കും? ഖാലയുടെ ഇസ്മുണ്ട് അല്ലേ? യഖൂലു ഇസ്മു മഫ്ഊൽ മഖൂല്. മഖൂലുൻ ആ അപ്പൊ ലാമയുടേത് മലൂമുൻ മൗലൂമ, മഅലൂം അല്ല, ലാമ. ലാമ മലൂം. അതാണ് ഒമ അന്ത ബിമലൂം എന്ന് പറഞ്ഞില്ലേ? ഒമ അന്ത ബിമലൂം. ലാമ എന്താ അർത്ഥം ഉസ്താദേ? ലാമ എന്താ? കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു. ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. ബ്ലെയിം എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത്. അപ്പൊ സാദ യസീദുവിന്റെ ഇസ്മുൽ മഫ്ഊൽ എന്തായിരിക്കും? മസീദുൻ മസീദ്. ഹൽ മിൻ മസീദ് എന്ന് ചോദിച്ചില്ലേ? കാല യക്കീലു മക്കീലുൻ, മഖൂലുൻ മഖൂലല്ല, കാല യക്കീലു മക്കീലുൻ. എങ്ങനെ യക്കീലു വരുന്നു? കാല ഖാല അല്ല, കാല. ഇദാ കാലൂഹും ഔ വസനൂഹും എന്ന് പറഞ്ഞില്ലേ? കാല യക്കീലു. അപ്പം മക്കീലാണ്. കാല യക്കീലു മക്കീലു. പഠിക്കേണ്ട കാര്യമില്ലല്ലോ. കാല യക്കീലു. മറ്റേത് ഖാല യഖൂലു ആണ്. കാല യക്കീലു മക്കീൽ. ദഅ യദ്ഉ മദ്ഉൻ. തല യത്ലു മത്ലൂൻ. ബന യബ്നി മബ്നിയുൻ. ശവ യശ്വി മശ്വിയുൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്. അപ്പോ നമുക്ക് വേണ്ടത് വേറെ ഒരു അബദ്ധം പറ്റി. റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പ് ലോഗിൻ ചെയ്ത ലിങ്ക് മാറിപ്പോയി. ഉസ്താദേ ഈ മുളഅഫ് അർത്ഥം പറഞ്ഞുതരോ? മുളഅഫ് എന്ന് പറഞ്ഞാല് ലഇഫ് എന്താ? ലഇഫ് ദുർബലമായത് അല്ലല്ല. ലഇഫ് എന്ന് പറഞ്ഞാൽ ലഈഫാണ്, ദുർബലം. ലഇഫ് എന്ന് പറഞ്ഞാൽ ആതിഹിം ലഇഫൈനി മിനൽ അസാബ് എന്ന് പറഞ്ഞില്ലേ? യുളാഅഫു എന്താ പറയാ? മുളാഅഫതൻ കസീറതൻ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. എന്താ അർത്ഥം? ഇരട്ടിപ്പിക്കുക. അപ്പൊ മുളഅഫ് എന്താണ്? മുശദ്ദദാണോ? ഇരട്ടിപ്പിക്കപ്പെട്ടത്. യാനി മുശദ്ദദ്. മുശദ്ദദ്
കറക്റ്റ് ആണ്, മീനിങ് കറക്റ്റ് ആണ് അല്ലെ? മുളവഖഫ് എന്ന് പറഞ്ഞാല് മുളഅഫ് എന്ന് പറഞ്ഞാലും മുഷദ്ദദ് എന്ന് പറഞ്ഞാലും കറക്റ്റാ. ഓക്കെ. ആ മുഷദ്ദദ് എന്ന് പറഞ്ഞാൽ ഷിദ്ദത്തുള്ളത്, കാഠിന്യമുള്ളത്. മുളഅഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കപ്പെട്ടത്. നമ്മൾ ഷദ്ദ എന്നാണ് പറയുന്നത് സാധാരണ. പക്ഷെ ഭാഷയിൽ ഈ ഗ്രാമർ വരുമ്പോൾ മുഷദ്ദദത്ത് എന്നല്ല പറയുന്നത്, മുളഅഫ് എന്നാണ് പറയുന്നത്. രണ്ടക്ഷരമുള്ളതിന് മുളഅഫ് എന്നാണ് പറയുന്നത്, ഇരട്ടിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് നമ്മൾ ലന്നയവിനു ഏത് ബാബാന്ന് ചോദിച്ചാൽ മുഷദ്ദദ് എന്ന് പറയില്ല, മുളഅഫ് എന്നാണ് പറയുക. അതാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ചോദിക്കാം. പാളത്തിൽ നിന്നുള്ള മനി ജായിർ. ആരാണ്? മുഹാദിർ. ഹാദിറാണോ? മഹദി ഇബ്നു അബ്ദുൽ ഹാദി. لما ما اسمه لما زار المعهد؟ وزار أن يطلع على مناهج كتب هذا المعهد. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? അറബിയത്ത് അയാൾ അറബി പഠിക്കാൻ വേണ്ടിയാണോ വന്നത്? അല്ല, മനാഹിജ്. അയാള് മൻഹജ് നോക്കാൻ വേണ്ടിയാണ് വന്നത്. മനാഹിജിൽ മഅഹദി വ കുതുബിഹി. അങ്ങനെ പറഞ്ഞാലും മതി. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, പാഠത്തിലുള്ളത് പോലെ. ഞാൻ മെമ്മറിന്ന് പറഞ്ഞതാ. അസാനി അതുബാഉ കുതുബുൽ മഅഹദി لا تباع كتب المعهد. من أين يمكن الحصول عليها؟ حصول മനസ്സിലായോ? حصول ലഭ്യമാവുക. ലഭ്യമാവുക. തഹ്സീൽ എന്ന് പറഞ്ഞാലോ? ലഭ്യമാക്കൽ, വസൂൽ ചെയ്യൽ. ഹസ്സല യുഹസ്സിലു തഹ്സീൽ, വസൂൽ ചെയ്യൽ. വസൂൽ ചെയ്യൽ. അപ്പൊ തഹ്സീൽ ദാർ എന്ന് പറഞ്ഞാലോ? തഹ്സീൽദാർ, ജമീൻദാർ എന്ന് കേട്ടിട്ടുണ്ടോ? ജമീൻദാർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ജമീൻദാർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമ. തഹ്സീൽദാർ എന്ന് പറയുമ്പോ വസൂൽ ചെയ്യുന്നതിന്റെ ഉടമസ്ഥൻ, വസൂൽ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ആള്. ഫുള്ള് അറബിക്കാണ്. എന്നിട്ടാണ് ഇവര് കിടന്നിട്ട് ഓട്ടം തുള്ളൽ പോലെ തുള്ളുന്നത്. എന്താണ് പിന്നെ എന്ത് ഏൽപ്പിക്കപ്പെട്ട? തഹസീൽദാർ അതിന്റെ ഭൂമിയുടെ കാര്യമൊക്കെ പിരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആള്. അല്ല, അപ്പൊ ഇതിലെന്താ നമ്മളിപ്പോ പറയുന്നില്ല? അല്ല, ഞാൻ ഇവിടെ ഹസന പറഞ്ഞപ്പോഴത്തേക്ക്, ഹസൂല് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റതിലേക്ക് പോയതാണ്. അത് തഹ്സീൽ, ഹസ്സലുമാണ് തഹ്സീൽ. ഹസല എന്ന് പറഞ്ഞാൽ ലഭിച്ചു, അല്ല ഹസൂല് ലഭിച്ചത്. ഹസ്സല എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കി, വസൂൽ ചെയ്തു. ഹസ്സലന്റെ മസ്ദറാണ് തഹ്സീൽ. ഇനി വസൂൽ ചെയ്തു എന്ന് പറഞ്ഞാലോ? വസല എത്തി. വസലാന്ന് അർത്ഥമുണ്ടോ അതിന്? അല്ലല്ല, ഞാൻ പറഞ്ഞതാണ്, നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഹുസൂല് ഹസല എന്ന് പറഞ്ഞാൽ ലഭ്യമായി, അതിനെ ഹസ്സല എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കി. അതിൽ നിന്നാണ് തഹസീൽദാറായത്. ഇനി നമ്മൾ വസൂൽ ചെയ്തു എന്ന് പറയുമല്ലോ, വസൂൽ ചെയ്തു എന്ന് പറയൂലേ? വസൂൽ ചെയ്തു എന്ന് പറയുമോ? ഈടാക്കി. അതെ, ഈടാക്കി എന്ന് വസൂൽ ചെയ്തു എന്ന് പറയും. അതെന്താ ശരിക്കും? വസല എത്തി, വസല എത്തി, യസിലു എത്തുന്നു. വസൂല് എത്തൽ,
വസൂൽ എന്നാണ്, പിന്നെ അതിനെ മാറ്റിയിട്ട് ഫത്തഹ് മാറ്റിയിട്ട് വസൂലാക്കിയത്. വസൂൽ അല്ലേ? വസൂൽ അല്ലേ? ഒരു വായാണോ? വസല യസില് വസൂൽ, ആ ആ ആ വസല യസില് വസൂൽ, അത് വസൂൽ എന്നാക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ പറയുന്നതെല്ലാം വക്കീലുണ്ട്, വക്കീല്, വക്കീൽ. വക്കീലൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിനാണ് ഇപ്പോഴും വർഗീയം എന്ന് പറയുന്നത്. വർഗീയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയില്ല അവർക്ക്, മലയാളം പോലും അറിയില്ല. ഇനി അഥവാ അറിയാഞ്ഞിട്ടല്ല, ഇവരൊക്കെ പഠിച്ചിട്ടാണ് ജനങ്ങൾ അതായത് ഒരു ആവറേജ് പീപ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതികളൊന്നും ചിന്തിക്കാത്ത ആൾക്കാരാണ് അതിന്റെ താഴെയുള്ളത്. അപ്പോ ഒരു ടോപ്പിലുള്ള വിദ്യാസമ്പന്നരും അഭ്യസ്തരായ കുറച്ച് ആൾക്കാരെ മാത്രമേ ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇവരെന്ത് ചെയ്യാണ്, ഇവരെ പുകമറയ്ക്കുള്ളിലാക്കുകയാണ് ചെയ്യുന്നത്. അത് പോട്ടെ. അപ്പോ ആ യുംകിനുൽ ഹുസൂലു അലൈഹ മജ്ജാനൻ يمكن الحصول മർക്കസി عليها من مركز شؤون മർക്കസി دعوة. ഷുഊനു ദഅവ. ഷുഊനു ദഅവ എന്താണ്? കാര്യ ദാവ കാര്യാലയം, ദഅവ കാര്യങ്ങൾ. പ്രബോധനകാരി. ദാവ അഫയേഴ്സ്. التمرين الثاني تأمل المثال لفعل الأجوف. നേരത്തെ പറഞ്ഞ പോലുള്ള അജ്വഫിന്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അൽ മബ്നിയ്യു ലിൽ മജ്ഹൂൽ, മജ്ഹൂലിന് വേണ്ടിയുള്ള. നേരത്തെ നമ്മൾ അത് പറയാൻ കാരണം അതാണ്. ഇത് തമ്മിൽ വായിക്കാൻ പോകുമ്പോൾ നമ്മൾ അജ്വഫുൽ മബ്നിയ്യ്. അജ്വഫ് ആണ് മബ്നിയുൻ ലിൽ മജ്ഹൂൽ. മബ്നി അല്ല കേട്ടോ, ആ മബ്നി അല്ല ഈ മബ്നി. ഇതെന്താണ്? അൽ ഇസ്മുൽ മബ്നിയു അല്ല, അൽ മബ്നിയു അല്ല. ഇവിടെ എന്താണ്? അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, ക്രിയേറ്റഡ് ഫോർ പാസീവ് വോയിസ്. ഓക്കെ, അങ്ങനെ വരുന്നുള്ളൂ. ബനായബിന് ബനായബിനി മബ്നി, മബ്നിയുൻ ലിൽ മജ്ഹൂൽ. നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം കൺട്രോൾ ഇട്ടു പോയതാ. ആണോ? അല്ല, ഞാൻ ഈ മബ്നിയ്യ് എന്ന് പറഞ്ഞ ഏത് ഉദ്ദേശം എന്ന് വെച്ച് തന്നെയാണ്. അൽ മബ്നിയ്യി ലിൽ മജ്ഹൂൽ, അൽ അജ്വഫിൽ മബ്നിയ്യി ലിൽ മജ്ഹൂൽ. ഒന്നിന്റെ വിശേഷണമല്ലേ പറയുന്നത്. അൽ ഫേലിൽ അജ്വഫ്, അജ്വഫായ ഫേലിന്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയുള്ള അജ്വഫായ ഫേലാണ്? അൽ മബ്നിയ്യി ലിൽ മജ്ഹൂൽ, മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് ഇവിടെ. മബ്നി എന്ന് പറഞ്ഞാൽ അന്ത്യം വളച്ചതെന്ന് അർത്ഥം വേറെ ഉണ്ട്. അതിന്റെ ഇത് എങ്ങനെ വരുന്നു? മബ്നി തന്നെ. അല്ല, അതിന്റെ ഇത് ബനായബിനി അങ്ങനത്തെ. ബനായബിനി മബ്നി തന്നെയാണ്, ഉണ്ടാക്കപ്പെട്ടത്. ഉണ്ടാക്കുമ്പോൾ എന്ത് വരും? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ്, അല്ലെങ്കിൽ അതെന്താണ്? അത് ഉറച്ചു നിൽക്കുകയാണെന്ന് അർത്ഥമാണ്. സന്ദർഭത്തിനനുസരിച്ച്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നതാണ്. സംഭവം മബ്നി എന്ന് പറഞ്ഞാൽ മബ്നി തന്നെയാണ്. മബ്ന എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നതാണ്. ബനാബിനി ഉണ്ടാക്കി, അതേപോലെ ഉറച്ചു നിന്നു എന്നുള്ള അർത്ഥം വരും. ഇവിടെ എന്താണ്? ക്രിയേറ്റഡ്, ഉണ്ടാക്കിയെന്നാണ്. അസ്ബീൻ ക്രിയേറ്റഡ് അൽ മബ്നി ലിൽ മജ്ഹൂൽ. സുമ്മ അക്മിൽ നാഖിസ. ദെൻ അക്മിൽ നാഖിസ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞാല് ഫിൽ ദ ബ്ലാങ്ക്. ദെൻ കംപ്ലീറ്റ് എന്താ പറയാ, കുറവുള്ളതിനെ നികത്തുക എന്നാണ്. അക്മിൽ നാഖിസ്. നാഖിസ് എന്താ? നഖസ, കുറഞ്ഞു. അതെ. അതില് 3 ഫീലിന്റെ പേരും വന്നിട്ടുണ്ട്. മിസാല്, അജ്വഫ്, നാഖിസ്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ് അർത്ഥം. പല രീതിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വക്കാബറിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലായ്പ്പോഴും ഒരു രീതി പറഞ്ഞാൽ നമ്മൾ വക്കാബറി, പുതിയ വക്കാബറിലേക്ക് എങ്ങനെ പഠിക്കും? അപ്പം ഓരോ എക്സസൈസും ഓരോ രീതി പറഞ്ഞാൽ ആ വക്കാബറിലേക്ക് കൂടെ പഠിക്കാൻ പറ്റും. തമ്മൽ മിസാല് എന്ന് പറഞ്ഞ മിസാലുണ്ട്, പിന്നെ അജ്വഫ് ഉണ്ട്, നാഖിസ് ഉണ്ട്. 3 ഫീല്. അതെ, ആ പേരിന്റെ ഇനങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതിനകത്ത് കണ്ടന്റായി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഗ്രാമറ്റിക്കലി ആ ഫേഡിന്റെ ഇനമായിട്ട് വന്നത് അജ്വഫ് മാത്രമേ ഉള്ളൂ. അതെ.
സഹോദരിമാർ ശ്രദ്ധിച്ചോ പറഞ്ഞത്? ഓ, ശ്രദ്ധിച്ചു അഷ്റഫ് സാഹിബ് ഉസ്താദെ, ശ്രദ്ധിച്ചു. അഷ്റഫ് സാഹിബ് പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ ഈ മനസ്സിലായി. ചോദ്യത്തിൽ തഅമ്മലിൽ മിസാല ഉദാഹരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ആ അൽ മിസാൽ എന്ന് പറയുന്ന ഉദാഹരണം എന്ന അർത്ഥത്തിലുണ്ട്. ഗ്രാമറിൽ വരുമ്പോ മിസാൽ എന്താണ്? നഹ്വിൽ വരുമ്പോ ആദ്യത്തിലുള്ളതോ? ആദ്യത്തിൽ വീക്കായ ലെറ്റർ ഉള്ളത്. പിന്നെ അജ്വബ് എന്ന് പറഞ്ഞ ടെക്നിക്കൽ പേര് തന്നെയാണ്. അൽ മബ്നി എന്ന് പറഞ്ഞത് വ്യാകരണത്തിൽ വേറെ അർത്ഥമാണ്. ഇവിടെ വന്നത് ക്രിയേറ്റഡ് എന്ന അർത്ഥത്തിലാണ്. പിന്നെ സുമ്മ അക്മിൽ നാക്കിസ എന്ന് പറഞ്ഞ ഫേഡ് നാക്കിസ് എന്ന് പറയുന്നത് ദുർബലാക്ഷരം അവസാനത്തിലുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നത് അക്മിൽ നാക്കിസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതിനെ പൂർത്തീകരിക്കുക എന്നാണ്. നാക്കിസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫിൽ ദ ബ്ലാങ്ക് എന്ന അർത്ഥത്തിലാണ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അൽ മാളി വൽ മുദാരി. ആദ്യം മെയിൻ ആയിട്ട് പ്രധാനമായും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അൽ മാളി വൽ മുദാരി. പിന്നെ മാളിക്ക് അൽ മബ്നിയിൽ മാലൂം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അൽ മബ്നിയിൽ മജ്ഹൂലും ഉണ്ട്. മബ്നിയിൽ മാലൂം എന്ന് പറഞ്ഞാൽ മാറൂഫ് എന്ന് പറയാം. മാരിഫ എന്ന് പറയണത് അല്ലല്ല മാരിഫയല്ല. അൽ മബ്നിയിൽ മാലൂം എന്ന് പറയുന്നത് മാരിഫയല്ല, അറിയപ്പെടുന്നത്, അറിയപ്പെടുന്നത്. കർത്താവിനെ അറിയപ്പെടുന്നത് അല്ല ഉസ്താദെ? അതെ, കർത്താവ് അറിയപ്പെടുന്നത്. കർത്താവ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ്. അൽ മബ്നിയിൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ്. പാസീവ് വോയിസ് ഒന്നും ഇത് ഇംഗ്ലീഷ് പറയുന്നത് കറക്റ്റ് ആവില്ല. ഇവിടെ മബ്നിയിൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫാഇൽ അറിയപ്പെടാത്തത്. ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് എന്നേ പറയാൻ പറ്റൂ. ഇംഗ്ലീഷ് പാസീവ് വോയിസ് എന്ന് പറയും, മലയാളത്തിൽ അകർമ്മക ക്രിയ എന്ന് പറയും. രണ്ട് പറഞ്ഞാലും ഇംഗ്ലീഷ് അകർമ്മക്രിയല്ല, കർമ്മ പ്രയോഗമുണ്ട്. അല്ല, ഇംഗ്ലീഷ് വേണമെങ്കിൽ നമ്മൾ ബൈ എന്ന് വെച്ചിട്ട് ചേർക്കാം, ഇവിടെ ചേർക്കില്ലല്ലോ. ഇംഗ്ലീഷിൽ ബൈ ചേർക്കാൻ പറ്റും, ഇവിടെ ചേർക്കാൻ പറ്റില്ല. അപ്പൊ മാലിക്ക് അങ്ങനെ രണ്ട് ഡിവിഷൻ, മാലൂമും മജ്ഹൂലും, അല്ലെങ്കിൽ മാറൂഫും മജ്ഹൂലും. അതേപോലെ മുളാരിക്കും മാലൂമും മജ്ഹൂലും. കാല കീലയായി, ബീഅയായി, സാക്ക എന്താകും? സീക്ക എവിടെയെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ലേ? മാഷാ അല്ലാഹ്, അത് തന്നെ സീക്ക. അപ്പൊ എന്തായിരിക്കും അപ്പം? കാക്ക നയിച്ചു, ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി. സീക്ക കുളിപ്പിക്കുകയാണോ? അല്ലല്ല, നയിക്കപ്പെട്ടു. സീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ. അവരെ കൂട്ടത്തോടെ, കാഫറുകൾ കൂട്ടത്തോടെ നരകത്തിലേക്ക് നയിക്കപ്പെടുന്നു, മറ്റവര് സ്വർഗത്തിലേക്ക്. അതെ, മുത്തഖികൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പൊ സാക്ക സീഖ, സാറ സീറ, സാദ സീദ, ഖാഫ ഖീഫ. يقول يقال يبيع يباع يسوق يساق يزور يزار يزيد يخاف يخاف. أي الأفعال الأجوفة في الأمثلة الآتية؟ أجوفة ഏതാണെന്ന് കണ്ടുപിടിക്കണം. അയ്യെന്ന് മനസ്സിലായല്ലോ, പോയിന്റ് ഔട്ട്. في الأمثلة الآتية. بكم بيعت سيارتك يا زبير؟ بيعت ب10,000 ريال. الثاني هنا تباع الصحف والمجلات. باع يبيع ആണ് അതിന്റെ ആക്റ്റീവ് വോയിസ്. الثالث يقال إن هذه الأرض ستباع بالمزاد.
യുക്കാലും ഉണ്ട്, തുബാഉം ഉണ്ട്. സ്വഭാവമുണ്ട്. ബിൽ മസാദി പറഞ്ഞ ബിൽ മസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിപ്പിച്ച. മസീദ്. മസാദ് വർദ്ധിക്കലിന് വർദ്ധിച്ച് ബിൽ വിലക്ക് മസാദ് കൊടുത്തു. വേറെ അല്ലല്ല വേറെ എന്തെങ്കിലും സംഭവം. വർദ്ധിച്ച യുക്കാലു ഇന്ന ഹാദൽ യുക്കാലു പറയപ്പെട്ടു. ആദിൽ അർള പറയുന്ന പോലുള്ള മാവ് ചേർത്തിട്ടുള്ള എന്തെങ്കിലും ആണോ? ഏതേത്? ലെസൺ 6 സാദയുടെ അല്ലേ? ആ അതില് നമ്മള് മീമ് നോക്കട്ടെ ചേർക്കുമ്പോഴത്തേക്ക് മഷിരിക്ക് ഒക്കെ വരത്തില്ലേ? മഷിരിക്ക്, മാരിബ് മസാദും അതുപോലുള്ളതായിരിക്കാം. ബിൽ AUCTION. AUCTION. AUCTION കാണുന്നുണ്ട്. ബിൽ മസാദ് എന്ന് പറഞ്ഞാലേ ലേലത്തിൽ വിൽക്കുന്നതിനാണ് ബിൽ മസാദ് എന്ന് പറയുന്നത്. ആ ഹുന തുബാഉ സുഹഫു വൽ അതല്ല എന്താ പറഞ്ഞ യുഖാലു ഇന്ന ഹാദിഹിൽ അർള സതുബാഉ ബിൽ മസാദ്. അപ്പൊ എന്താണ് വർദ്ധിതമായ വില എന്ന് പറയൂലേ? മസാദ് എന്ന് പറയുമ്പോൾ ജാദ യസീദു, മസീദ്, മസാദ്. അപ്പൊ ഇവിടെ മസാദ് വിശീലനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അന്ന ഷൈഅ ലാ യുബാഉ ബിസഅരിൻ സാബിത്തിൻ. ഒരു വസ്തു ലാ യുബാഉ ബിസഅരിൻ സാബിത്തിൻ, അതെന്ത് ഫിക്സഡ് വിലയ്ക്ക് കൊടുക്കപ്പെടുകയില്ല. ബൽ യുഅറദു ലിൽ ബൈഇ, പക്ഷേ എന്ത് ചെയ്യും? അത് വിൽപ്പനയ്ക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യും. വയഖൂമു നാസു ബിതഖ്ദീമിൽ അസ്ആർ, അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? പ്രൈസ് പ്രഖ്യാപിക്കും, പ്രൈസ് വിളിച്ചു പറയും, വില വിളിച്ചു പറയും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ അഅ്ല സിഅർ യുഖദ്ദമു ഹുവല്ലദി യഫൂസു യശ്തരി സിൽഅത. ഏറ്റവും ഉയർന്ന വില ആരാണോ സമർപ്പിച്ചത് അവർക്കാണ് വിൽക്കപ്പെടുക. ആ സാധനം അയാൾക്കാണ് ലഭിക്കുന്നത്. അതിനാണ് നമ്മൾ മലയാളത്തിൽ ലേലത്തിൽ വിൽക്കപ്പെടുക എന്ന് പറയുന്നത്. അതാണ് തുബാഉ ബിൽ മസാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ യുക്കാലു ആണ് എന്ത് എന്തായാലും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെന്ത്? തുബാ ഉണ്ട്. യുക്കാലു തമറു അം യൂസൻ. യുക്കാലു തമറു അം യൂസൻ. യുക്കാലു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? കാലയുടെ കാലയക്കീലു. കാലയക്കീലു എന്ന് പറഞ്ഞാൽ എന്താ? അളന്നു. യുക്കാലു തമറു, തമർ അളന്നാണ് കൊടുക്കപ്പെടുന്നത്. അം യൂസനു യസിനു ഔ വസനൂഹും എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അവർക്ക് തൂക്കി കൊടുത്തു. അപ്പൊ വസന യസിനു അം യൂസനു. തമർ അളന്നു കൊടുക്കുകയാണോ തൂക്കി കൊടുക്കുകയാണോ? തമറാന്നാണോ പറയാ? തമറാന്നാണോ വരിക? അത്തമ്രു. തമർ എന്ന് പറയുമ്പോ എന്താണ്? താ ഉള്ളതും താ ഉള്ള നാമം താ ഇല്ലാതെ വന്നാൽ എന്തായിരിക്കും? തമ്രത്ത് എന്ന് പറയുന്നത്. തമ്രത്ത് എന്ന് പറയുമ്പം തമ്രത്ത് എന്ന് പറയുമ്പം ഒറ്റ തമർ, ഒരൊറ്റ ഇത്തപ്പഴം.
തമറ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഈത്തപ്പഴങ്ങൾ എന്നാണ്. അപ്പൊ എല്ലാരും തിരുവനന്തപുരത്ത് പറയുന്ന പോലെ പറയില്ല. ഈത്തപ്പഴം വിൽപ്പന ചെയ്യുമ്പോൾ ഈത്തപ്പഴം അളന്നാണ് കൊടുക്കുക, തൂക്കിയാണ് കൊടുക്കുക എന്ന്. അപ്പൊ കളക്റ്റീവ് നൗൺ എന്ന അർത്ഥത്തിലാണ് തമർ എന്ന് പറഞ്ഞത്. അതെ, തമര അളന്നു കൊടുക്കും. നമ്മളിപ്പോ എല്ലാം തൂക്കിയാണ് വാങ്ങിക്കുന്നത്. അന്നത്തെ കാലത്ത് എന്ത് ചെയ്തു? മുൻകാലങ്ങളിൽ അളന്നു കൊടുത്തിരുന്നു. തമർ എന്ന് പറഞ്ഞില്ലേ, ഒരു തമർ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരു ആണല്ലോ നമ്മള് എന്ത് പിന്നെ എന്താ പറയാ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. ആ സാന്റെ അളവ് വെച്ചിട്ടാണ് ഇന്ന് ഏകദേശം തൂക്കം എടുക്കുന്നത്, കണക്കാക്കുന്നത്. ഇപ്പൊ തൂക്കം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അളവ് പാത്രങ്ങളില്ലല്ലോ. നമ്മുടെ നാട്ടില് നാലിയും ഉരിയും പക്കയും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കും ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അറിയാം. ഇപ്പൊ നാല് അരിയിട്ടാണ് ചോറ് വയ്ക്കുന്നതാണ് പറയുന്നത്. അതെ, വീട്ടിൽ ഇളക്കുമ്പോഴെല്ലാം വോളിയോ എടുക്കുന്ന, മറ്റേ കടയിൽ നിന്നാകുമ്പം പിന്നെ വെയിറ്റും എടുക്കും. അതെ, കടയിൽ നിന്ന് വാങ്ങുന്നതോട് തൂക്കിയാണ് വാങ്ങുന്നത്. അല്ല, എനിക്കറിയാം, എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അരി പോയി അളന്ന് വാങ്ങിയിട്ടുണ്ട്. നാഴിയരി, ഇരുനാഴി അരി, മുന്നാഴി അരി, ഇതൊക്കെയാണ് വാങ്ങുന്നത്. പിന്നെ നാലെണ്ണം ആയാലും ഒരു പക്കയായി. അതെ, അപ്പൊ ചോറ് വയ്ക്കാൻ വേണ്ടി ഇപ്പൊ ആ സാധനം മറ്റേ ഇതുണ്ടല്ലോ, മിൽക്ക് മേഡ് വരുന്ന സാധനമാണ്. ആ സാധനം എടുത്ത് ചെയ്യും. പഴയ നാഴി ഉണ്ടല്ലോ. നാഴിയുണ്ട്. ആ, 1 കിലോന്റെ പകുതി മിൽക്ക് മേഡ് അന്നേ ഉണ്ട്. എന്റെ ചെറുപ്പകാലത്തിലേ ഉണ്ട് മിൽക്ക് മേഡ്. വെള്ളക്കാരെ കൊണ്ടുവന്നായിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചോദിച്ചത്? യുക്കാലു തമറു. അപ്പൊ കാല യക്കീലുമാണ് ഇവിടെ അജൂഫ് ആയിട്ടുള്ളത്. വസന യസിനു എന്താണ്? അത് എന്താണ്? മിസാലാണ്. വസന യസിനു ഇതും അങ്ങനെയല്ലേ? കാലയക്കീലു എന്താണ്? അജൂഫാണ്. അജുവഫാണ്. വസന അങ്ങനല്ല. വസന മിസാലാണ്. وفي التنزيل وإذا قيل لهم اركعوا لا يركعون. قيلയാണ് അതിലുള്ളത്. درس الرابع التمرين الرابع تأمل المثال لاسم الفاعل. വായിക്കുക. ഇസ്മുൽ ഫാഇലിന്റെ ഉദാഹരണം ശ്രദ്ധിച്ച് വായിക്കുക. എങ്ങനെയുള്ളതാണ്? അൽ മസൂഖ്. മസൂഖ് എന്ന് പറയുന്നത് എന്താണ്? രൂപമാറ്റം വരുത്തപ്പെട്ടത് എന്നാണ്. തീത എന്നാണ് പറയുന്നത്. ഇപ്പൊ അത് നമ്മൾ എന്താണ് അതിന്റെ രൂപത്തിന് സാഗ യസൂഖു മസൂഖുൻ. അൽ ഫാഇലുൽ മസൂഖു ഉണ്ടാക്കപ്പെട്ടതായ അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തപ്പെട്ടതായ. ഇസ്മുൽ ഫാഇൽ മസൂഖു മിനൽ ഫിഇലിൽ മുദഅഫി. മുദഅഫിൽ നിന്നുള്ള. ഹജ്ജ യഹജ്ജു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അത് മുദഅഫ് എന്താണെന്നുള്ളത്. ثم أكمل الناقصة then fill the blank. ഹജ്ജ ഹാജുൻ അസ്ലുഹു ഹാജിജുൻ. നമ്മൾ അസ്ലിലേക്കും പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു പഠിക്കുക. ഹജ്ജ ഹാജുൻ, ലന്ന ലാനുൻ. അപ്പൊ ഇവിടെ അസ്ല് വരാൻ പറഞ്ഞു കേട്ടോ. ലാന എന്ന് പറഞ്ഞാൽ ലാനിനുൻ. കാരണം ഫാഇലിൻ രൂപത്തിലാണ് വരേണ്ടത്. ഇസ്മുൽ ഫാഇൽ ഫാഇലിൻ രൂപത്തിലാണ് വരേണ്ടത്. അതിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ലാനിനുൻ എന്നാണ്. അപ്പൊ ലാനുൻ വാനിനുൻ. അല്ല, യഥാർത്ഥത്തിലുള്ള എന്താണ്? മാറുൻ. മാറെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടന്നു. മാറുൻ നടക്കുന്നവൻ. പെഡസ്ട്രിയൻ. മാറുൻ. മാഷി എന്നും പറയും. മാഷി. മാരിയറുൻ എല്ലാം ഫാത്തിഹൻ പോലെയല്ലേ വരിക. ഇസ്മുൽ ഫാഇൽ എല്ലാം ഫാത്തിഹൻ പോലെയല്ലേ വരിക. മാറ്റമൊന്നുമില്ലല്ലോ. വല്ല വാലുൻ. അതിന്റെ ബഹുവചനം എന്താണ്?
ലാലിന്റെ ബഹുവചനം വാലൂൻ നബി വാലൂൻ വാലുന്റെ ബഹുവചനം വാലൂൻ വാലൂൻ. വാല് അല്ല അതെ ഉം. വലദ്ദാലിൻ പറയാം. ആ വാല്യൂൻ വരുന്നത് എപ്പോഴാണ്? അത് അല്ല അത് അല്ല ഞാൻ മജ്റൂറായത്. ആ അത് തന്നെ, മജ്റൂറായിട്ടോ മൻസൂബായിട്ടോ വരുമ്പോൾ ഉം. വാല്യൂൻ. ഗൈരിൽ മഗ്ദൂബി വല വാലീൻ. അപ്പൊ മഗ്ദൂബ് എന്താണ്? മജ്റൂറാണ്. മഫൂൽ രൂപല്ലേ? അതല്ല മജ്റൂർ. ഓരോ പോയിന്റിലേക്ക് എത്തുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്, അതാണ്. വാലീൻ വരുന്നത് മജ്റൂർ ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. അതിന്റെ കാരണമാണ് പറഞ്ഞത്. വാലീൻ മജ്റൂർ ആകാൻ കാരണം എന്നാണ് പറഞ്ഞത്. വൈറ് വയറിന് ശേഷം വരുന്നത് കസ്റായിരിക്കും, എറിയപ്പെട്ടതായിരിക്കും. അപ്പോ വൈരിൽ മഹബൂബി എന്നാണ് വന്നത്. അതിനോട് ബന്ധപ്പെട്ടിയാണ് വൈരിൽ മഹബൂബി വല വാലീൻ. അതെ. അപ്പൊ മാറൻ വാലുൻ. പിന്നെ വാലുന്റെ അസിൽ എന്താണ്? വാലിലുൻ വാലിലുൻ. ദല്ല ദാലിലുൻ ദാലുൻ ദാലിലുൻ. ദാലിലുൻ. تأمل المثال لاسم الفاعل مسوق من الفعل الأجوف. ഇതല്ല എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു തരട്ടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പറഞ്ഞു തരട്ടെ അല്ല, പറഞ്ഞു തരട്ടെ അറിയിച്ചു. എന്നല്ല, അതെല്ലാം അറിയിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു. ഹൽ അതുല്ലു, ഞാൻ പറഞ്ഞു തരട്ടെയോ? അതുല്ലുക്കും ഹൽ, അലാ തിജാറത്തിൻ. അതെ, ഹൽ അതുല്ലു, ഞാൻ പറഞ്ഞു തരട്ടെയോ? സൂറത്ത് സഫ്. സഫില് അല്ലാതെ കൊണ്ട് വേറെ അല്ലതുല്ലക്കും. അപ്പൊ ദാലുൻ ദാലിലുൻ. തഅമ്മൽ മിസാൽ ഇസ്മിൽ ഫാഇൽ മസ്ഊഖ് മിനൽ ഫിഅലിൽ അജ്വഫിൽ വാവി. അപ്പൊ നേരത്തെ അജ്വഫിൽ വാവി അല്ല, അജ്വഫിൽ വാവി സുമ്മ അക്മിൽ നാഖിസ്, പിന്നീട് കംപ്ലീറ്റ് ചെയ്യുക. കാല യഖൂലു എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്. കാല യഖൂലു ഒക്കെ ദർസി പഠിക്കുന്നത് അതിന്റെ ആസിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. കാല യഖൂലുവിന്റെ കർത്താവിന്റെ ഇസ്മുൽ ഫാഇൽ എന്താണ്? അപ്പൊ ഇവിടെ വാവിയാണ് പറയുന്നത്. ഇസ്മുൽ അജ്വഫ് ആണ്, പക്ഷെ അത് വാവിയാണ്. പക്ഷെ നമുക്ക് ആ വാവിനെ കാണാൻ പറ്റില്ല. കാല എന്ന് പറയുമ്പോൾ വാവിനെ കാണാൻ പറ്റില്ല. യഖൂലു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ വാവ് വരും. അപ്പൊ ആസില് കാലയുടെ ആസില് കവലയാണ്. കവല യഖൂലു എന്നാണ്. നസറ യൻസുർ ബാബാണ്, അതുകൊണ്ടാണ് കുൽ എന്ന് വന്നത്. ഖായിലുൻ അസ്ലുഹു ഖാവിലുൻ. സാറ യസൂറു ജാഇറുൻ അസ്ലുഹു അല്ല, എന്താ പറയാ? സാഹിറുനാണ് വരുന്നത്. ജാഇറുൻ. അതിന്റെ യഥാർത്ഥത്തിൽ പറയുമ്പോൾ ജാഇറുൻ എന്നാണ്, ഹംസിട്ടാണ് പറയുക. അതിന്റെ അസ്ൽ എന്താണ്? ജാബിറുൻ എന്നാണ്. ജാബിറുൻ. അതേപോലെ സാമ യസൂമു സ്വാഇമുൻ. സ്വാവിമുൻ എന്നാണ് അതിന്റെ അസല്. നാമയനാം വരുമ്പോ നായിമുൻ. എങ്ങനെയാണ്? അപ്പോ ഐനുഹു വാവുൻ വതദ്ഹറു ഫിൽ മസ്ദരി നൗമുൻ. നായിമുൻ എന്നത് അതിന്റെ ക്രിയാധാതുവിൽ വെളിവാകുന്നുണ്ട്. നാമയനാമു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കാല യഖൂലു സാറ യസൂറു എന്ന് പറഞ്ഞത് പോലെ അല്ല. കാല യഖൂലു എന്ന് ലമ്മാണ് അവിടെ ഉള്ളത്. നാമ യനാമു എന്നാണ്. നാമ യൻവമു എന്നാണ്. നാമ യൻവമു എന്നാണ്. ഐനുഹു വാവുൻ വതദ്ഹറു ഫിൽ മസ്ദരി, അതിന്റെ ക്രിയാധാതുവിൽ മാത്രമേ അത് വെളിവാകുള്ളൂ. നാമേനാമു. ഐനുഹു വാവുൻ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി?
ഐനുഹു വാവിൻ എന്ന് പറഞ്ഞ് വെറുതെ കേട്ടുപോയതാണോ? അതിന് ഐനുഹു വാവിൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചു. ഐനുഹു വാവിൻ കാണുന്ന വാവ് കാണും. അങ്ങനെയല്ല. അതിനെന്ന് പറഞ്ഞാൽ കണ്ണാണെന്നാണ് ഉദ്ദേശിച്ചത്. ആ. ഒരു ഫിഅലിന്റെ ഒന്നാമത്തെ അക്ഷരത്തിന് എന്ത് പറയും? ഫാഉൽ ഫിഅൽ എന്ന് പറയും. രണ്ടാം മധ്യത്തെ അക്ഷരത്തിന് ഐനുൽ ഫിഅൽ എന്ന് പറയും. അവസാനത്തെ അക്ഷരത്തിന് ലാമുൽ ഫിഅൽ എന്ന് പറയും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഐനുഹു വാവുൻ എന്ന് പറഞ്ഞത്. ഐനുൽ ഫിഅൽ എന്നൊന്നും പറയില്ല. അപ്പൊ നമ്മൾ ഗ്രാമർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഐനുഹു വാവുൻ എന്നാണ് പറയാ. ഐനുഹു വാവുൻ തദ്ഹറു. തദ്ഹറു എന്ന് സ്ത്രീലിംഗം പറഞ്ഞ എന്തുകൊണ്ടാ? എല്ലാ അക്ഷരങ്ങളും പെണ്ണുങ്ങളാണ്. അൽ ഹുറൂഫു കുല്ലുഹ മുഅന്നസുൻ. അപ്പൊ അതുകൊണ്ടാണ് വാവ് എന്ന് പറഞ്ഞ അക്ഷരത്തിന് തദ്ഹറു, ആ അക്ഷരം വെളിവാകും എന്ന് പറഞ്ഞു സ്ത്രീലിംഗം ഉപയോഗിച്ചത്. മസ്തർ നൗമുൻ എന്ന മസ്തറിലാണ് അത് വെളിവാകുക എന്ന് പറഞ്ഞു. അസ്സാദിസ് തഅമ്മൽ മിസാല ലിസ്മിൽ ഫാഇൽ മസ്ബൂഖ് മിനൽ ഫിഅലിൽ അജ്വഫിൽ യാഇ. അപ്പോൾ അജ്വഫ് ആയ യാഇ ആയിട്ടുള്ള ഫിഅലിന് ഉദാഹരണം ശ്രദ്ധിച്ചു വായിക്കുക. സുമ്മ അക്മിലിൻ നാഖിസ. പിന്നീട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബാഅ യബീഉ. ബാഇഉൻ അസ്ലുഹു ബായിഉൻ യാഅൻ. മാല യമീലു മായിലുൻ അസ്ലുഹു മായിഉൻ. മായിഉൻ. സാറ യസീറു. സാറ യസീറു മായിലുൻ എന്ന് പറയുമ്പോ ഹംസാണ്. മായിലുൻ എന്ന് പറയുമ്പോ അതിന്റെ അസ്ലി, അതിന്റെ അടിസ്ഥാന അക്ഷരം വെച്ച് നോക്കിയാൽ യാ ആണ്. യാന് കസ്ർ കൊടുക്കണം ഫാഇൽ എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ സാറ യസീർ വരുമ്പോ സായിറുൻ സായിറുൻ യസീറു. ആശ യഈഷു ആയിഷുൻ. ആശ യഈഷു എന്താ അർത്ഥം? ആശ യഈഷു എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടോ? ഇപ്പോഴെന്നെ പേടിയായോ? ഇല്ല എന്നുള്ളതിന്റെ ആശയാണ്. എന്താണ് ജീവിച്ചില്ല. ജീവിച്ചു എന്നാണ്. ലുക്മാൻ സാഹിബ് എന്താ പറഞ്ഞത്? അല്ല മറ്റേ ഉപജീവനം ഉണ്ട്. ഉപജീവനൊന്നുമില്ല. നായിഷത്ത് എന്നൊക്കെ പറയും. നായിഷത്ത് മായിഷൊക്കെ പറയും. അതാണ് ഉപജീവന മാർഗം. ആശ എന്ന് ജീവിച്ചു. നായിഷ എന്ന് പറഞ്ഞാൽ ജീവനോപാധി, ജീവനാംശം എന്നൊക്കെ പറയില്ലേ. ജീവനാംശത്തിന് വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ജീവനാംശം ടെക്നിക്കലായിട്ട് വേറെ ഒന്നും. ആശ ഐഷ് എന്ന് പറഞ്ഞാൽ ജീവിച്ചു. അപ്പൊ ആയിഷുൻ പിന്നെ അസ്ലുഹു ഈഷുൻ യാ ഇട്ട് എഴുതാം. സാല യസീലു. സാല യസീലിന്റെ അർത്ഥം എന്താണ്? ചോദിച്ചു. അത് സാലയാണ്. സാല യസീലു ഒഴുകി. സാല യസീലു ഒഴുകി. അപ്പൊ എങ്ങനെ വരും? സാല യസീലു എന്ന് പറഞ്ഞാല് സായിലു എന്നാണ് വരിക, ഒഴുകുന്നത്. സാല യസ്അലു പോലെ തന്നെയാണ് വരിക. അവിടെ സാല യസ്അലു ഹംസ ഉണ്ട്, അതിൽ നിന്നാണ് സായില് വന്നത്. ഇവിടെ സാല യസ്അലുവിന്റെ ഇവിടെ സായിലിൻ വരുന്നത് സായിലിൻ നിന്നാണ് സായിലിനായി മാറുന്നത്. മതിയോ? മതിയെന്നാണോ കൂടുതൽ വേണമെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? വാ ഓപ്പൺ ചെയ്താല് കൂടുതൽ വേണമെന്നാണോ മതിയെന്നാണോ? ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇതിൽ വേറെ സംഭവം പഠിക്കുന്നില്ല നമ്മള്. تأمل المثال لاسم الفاعل المصروف من الفعل الناقص الواوي.
ഇസ്മുൽ ഫാഇൽ മസൂഖ് മിനൽ ഫിഅലി നാഖിസിൽ വാവി. നേരത്തെ എന്താ പറഞ്ഞത്? ഇസ്മുൽ ഫാഇൽ. മിസാല് ഇവിടെ മിസാലാണ് വരുന്നത്. തഅമ്മൽ മിസാല ഇസ്മുൽ ഫാഇൽ മസൂഖ് മിനൽ ഫിഅലി നാഖിസി മിനൽ ഫിഅലി നാഖിസ് അൽ വാവി. ഇവിടെ നാഖിസാണ്, ഫിഅലി നാഖിസാണ് കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞ ഫെയിലിൽ അജോഫാണ്, ഇപ്പൊ ഫെയിലിൽ നാക്കിസാണ്. ഇപ്പൊ നാക്കിസ് എന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്. ഇവിടെ രണ്ട് നാക്കിസ് ഉണ്ട്, രണ്ടർത്ഥത്തിലുള്ള നാക്കിസ് ഉണ്ട്. അൽ മസൂഖ് മിനൽ ഫെയിലിൻ നാക്കിസി അൽ വാവിയി, നാക്കിസിൽ വാവിയി. നാക്കിസാണ് അന്ത്യത്തെ അക്ഷരം, വെമ്പിടാക്ഷരമുള്ളതാണ്, അവിടെ വാവുള്ളതാണ്, അന്ത്യാക്ഷരം വാവുള്ളതാണ്. പിന്നെ സുമ്മ അക്മിലിൻ നാക്കിസ, പിന്നീട് കുറഞ്ഞതിനെ പൂർത്തിയാക്കുക. അപ്പൊ ഭാഷാർത്ഥത്തിലും നാക്കിസ് വന്നിട്ടുണ്ട്, നാമന്റെ അർത്ഥത്തിലും വന്നിട്ടുണ്ട്. ദഅ യദ്ഉ എന്ന് പറഞ്ഞപ്പം അതെന്താണ്? അത് നാക്കിസാണ്, നാക്കിസ് വാവിയാണ്. ദഅ യദ്ഉ വാവുള്ളതാണ്. ശരിക്കും ദഅ എന്ന് പറഞ്ഞാൽ ദഅവ എന്നാണ്, ഫഅല അല്ലേ വരുന്നത്. അപ്പൊ ഫഅലയുടെ അവസാനത്തെ അക്ഷരത്തിൽ ഫത്ഹല്ലേ, അപ്പൊ ദഅവ എന്നാണ് ഉള്ളത്. യദ്ഉ എന്നാണ്, യഫ്അലു പറയുമ്പം ദഅ യദ്ഉ എന്നേ പറയുള്ളൂ. അതിന്റെ ഇസ്മുൽ ഫാഇൽ വന്നു ദാഇൻ എന്നാണ് വരിക. അലിഫ് ലാം ഇട്ടാല് അദ്ദാഇ എന്ന് പറയും. നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. സാഖി പറഞ്ഞ പോലെ സാഖിൻ അല്ലെങ്കിൽ അസ്സാഖി. അസ്ലുഹു ദാഇഉൻ, സാഖിയുൻ അല്ലെങ്കിൽ നമ്മൾ ഫാത്തിഹുൻ എന്ന് പറയുന്നത് പോലെ അസ്ലുഹു ദാഇഉൻ എന്നാണ്. ദാഇഉൻ ദഅവ എന്നാണ് ഫിഅല്. അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ ദഅവ എന്നാണ്. അതിന്റെ കർത്താവിന്റെ രൂപം വരുമ്പോൾ ദാഇഉൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നജാ യൻജു ഇസ്മുൽ ഫാഇൽ എന്തായിരിക്കും? നാജിൻ. നാജിൻ എന്തോ എവിടെയും കേട്ടിട്ടില്ലാത്ത വാക്കാണെന്ന് തോന്നുന്നല്ലോ. ഖുർആനിലൊന്നും വായിച്ചിട്ടില്ലേ നാജിൻ? വിജയിയാണോ ഉസ്താദെ? വിജയിയാണോ? അത് വേറെ, നജഹയാണ് വിജയിച്ചു. ഇത് അതുപോലെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. രക്ഷപ്പെട്ടു, അഷ്റഫ് സാഹിബ് രക്ഷപ്പെട്ടു. ഖുർആൻ എവിടെ വന്നിട്ടുണ്ട്? രക്ഷപ്പെടുത്തി, രക്ഷപ്പെട്ടു. അല്ല, ഇസ്മുൽ ഫാഇൽ എവിടെ വന്നിട്ടുണ്ട് ഖുർആനിൽ? നാജിൻ മിൻഹുമ. യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം വ്യാഖ്യാനം ചെയ്തില്ലേ? അപ്പൊ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചവന്റെ അവനോട് പറഞ്ഞു നാജിൻ മിൻഹുമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ ലുക്മാൻ സാഹിബ് അത് ഇപ്പതാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വിചാരിച്ചു. ചരിത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നാജിൻ മിൻഹുമ, അവർ രണ്ടുപേരും രക്ഷപ്പെടുന്ന ഒരാളുണ്ടല്ലോ, അയാളോട് പറഞ്ഞ് നിന്റെ റബ്ബിനോട് നിന്റെ എന്താ പറയുക, യജമാനോട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞില്ലേ? അപ്പൊ അവിടെ നാജിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നാജിൻ മിൻഹുമ വദ്ദക്കറ ബഅദ, അങ്ങനെ വന്നിട്ടുണ്ടെന്നല്ലേ? അതുപോലെ ദായിയുടെ ഉണ്ട്. അവിടെ അദ്ദാഴിയാണ് വന്നിരിക്കുന്നത്. അദ്ദാഴി ദഅവത്തദ്ദാഴി. അത് തന്നെ. നജാ യൻജു നാജിൻ, അതിന്റെ അസ്ൽ എന്താണ്? നാജിഉൻ. നാജിഉൻ വാവല്ലേ? നജാ യൻജു വാവിയല്ലേ? നാഖിസുൽ വാവിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം വാവുള്ളതാണ് അവസാനം. അപ്പൊ നാജിഉൻ എന്നാണ് വരിക. നമ്മളടുത്താണോ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن
عندك بيتا في الجنة ونجني من فرعون അപ്പൊ നജാജു അല്ല അവിടെ നജ്ജായാണ്. نجا നജ്ജ രക്ഷപ്പെട്ടു, നജ്ജ രക്ഷപ്പെടുത്തി, نجا നജ്ജ രക്ഷപ്പെടുത്തി. നജ്ജ കാര്യം വന്നിട്ടുണ്ട്. നജ്ജയുടെ ഇസ്മുൽ ഫാലിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നാജിൻ. അപ്പൊ അഫായാഫു 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 ഇസ്മുൽ ഫായില് عاف ആഫിൻ. അതിന്റെ അസല് ആഫിൻ ആഫിൻ ആഫിവുൻ. عافون ആഫിവുൻ. തലായത്തിലോ تال താലിബുൻ تالون താലിബുൻ. താലിബുൻ. تأمل مثال الاسم الفاعل المصروف من الفعل الناقص الجائي. ജായിന്റെ ഉദാഹരണം ശ്രദ്ധിക്കുക. സുമ്മ അക്മലിൻ നാക്കിസ. നാക്കിസിൽ യാവുള്ള നാക്കിസായ പേര് സുമ്മ അക്മലിൻ നാക്കിസ. then fill the blank. സക്കാ യസ്കി സാക്കിൻ അസ്സാഖി നേരത്തെ പറഞ്ഞായിരുന്നു. ഹദാ യഹ്ദി ഹാദിൻ അൽ ഹാദി ഹാദിൻ അൽ ഹാദി ജനാ യസിനി زانين الزاني ജാനിൻ ഇതിന്റെ الزاني. ഇതിന്റെ അർത്ഥം എന്താ സാർ? ജന പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജന യസിനി ജിന അറിയില്ലേ, വ്യഭിചരിച്ചു. ജന യസിനി. ലാ തഖറബു സിന എന്ന് പറഞ്ഞില്ലേ. ലാ തഖറബു സിന. ജന യസിനി ജിന. അതിന് ക്രിയാധാതു സിന. ജിനൻ എന്നാണ്. അത് വന്നാൽ അസിന എന്ന് പറയും. അപ്പോ ജന യസിനി ജാനിൻ. സൂറത്തുൽ ഫുർഖാന്റെ അർത്ഥം ഉണ്ടല്ലോ. അതായത് വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ജന യസിനി യസ്നൂൻ ലാ യസ്നൂൻ. من يفعل ذلك يلقى أثاما. ومن يفعل ذلك أجر എങ്ങനെ ഓതും ഉസ്മാൻ സാഹിബ്? من يفعل ذلك ശരിയാണെങ്കിൽ അത് ഭാവമായിരിക്കും എന്നുള്ളതല്ലേ. അല്ല, ومن يفعل ذلك أجر എങ്ങനെ ഓതും? ومن يفعل ذلك يلقى أثاما എന്നാണ്. ആൾക്കാർ എന്ത് ചെയ്യും? يلقى أثاما എന്ന് ഓതി കളയും. കാരണം അവിടെ അമൻ യഫ്അൽ ദാലിക ഷർത്തി ആയതുകൊണ്ട് യൽഖ അസാമ, യൽഖ എന്നുള്ളതിന്റെ ദുർബലാക്ഷം പോവും. യൽഖ അസാമ. ഓക്കെ. ജനായിസിനി ജാനിൻ അസ്സാനി ബനായിബിനി റാനി അൽബാനി അൽബാനി. ബനാമിയുടെ അർത്ഥം എന്താ? നിർമ്മിച്ചു. നിർമ്മിച്ചു. നേരത്തെ പറഞ്ഞ വാക്കാണ്. ബക്കായബിക്കി ബാക്കി അൽബാക്കി അൽബാക്കി. എബിക്കി ബാക്കി. ബാക്കിയുടെ ബഹുവചനം എന്തായിരിക്കും? ബാക്കിയൂൻ. ബാക്കി യൂനല്ല, ബാക്കൂൻ. ബാക്കി തരാൻ വന്നത് അങ്ങനെയാണല്ലേ. അത് വേറെ, അത് വേറെ. അത് കോഫാണ്. ഇത് ബക്കായബിക്കി. കരഞ്ഞൂന്നല്ല. ഇത് കരഞ്ഞതാണ്. എന്താ ബക്കായബിക്കി. ബക്കായബിക്കി. അതോ തന്നെ ബക്കായബിക്കി. മറ്റേത് ബക്കായബിക്കി ബാക്കിനാണ്. ഇവിടെ ഇവിടെ ബക്കായബിക്കി കരഞ്ഞു. യബുക്കൂൻ വന്നിട്ടുണ്ടല്ലോ ഖുറാനിൽ. യബുക്കൂൻ. അത് തന്നെ. നസിയ യൻസ നാസിൻ അന്നാസി അന്നാസി. അതെന്നാണ് മറക്കുന്നവനെന്ന ഇൻസാനും വന്നത്. നാസ്.
നസിയ ഇൻഷയുടെ ഇസ്മുൽ ഫാഇൽ എന്താണ്? നാസിൻ. നാസിൻ അല്ലേ? ഉം. അപ്പൊ അതിൽ നിന്നാണ് നാസ് വന്നത്. നാസിൻ എന്ന വാക്ക് വരുന്നത് നാസിൽ നിന്നും മാറി വന്നതാണ് മനുഷ്യൻ എന്ന വാക്ക് വന്നത്. എന്നിട്ട് മനുഷ്യന് ആ പേരിട്ടതാ നാസ്, മറവിയുള്ളവൻ. ആ മറന്ന് കുറ്റം പറയാൻ പറ്റില്ല. അതെ, മറന്നാ കുറ്റം പറയാൻ പറ്റില്ല. നസീന എന്ന് പറഞ്ഞല്ലോ. മറവിയും ഉറക്കവും എപ്പോഴും എക്സെപ്ഷൻ ഉള്ള സംഭവങ്ങളാണ്. ഈ പേജിൽ നിർത്താം നമുക്ക് കേട്ടോ. അൽ ഫഅലു എന്താണ് ഇവിടെ? സുഹൽ അസ്മാ അൽ ഫാഇലീൻ. അസ്മാ അൽ ഫാഇലീൻ അതെന്താ അർത്ഥം? അസ്മാ അൽ ഫാഇലീൻ ഇസ്മ ഫാഇലുകൾ. ഇസ്മ ഫാഇലുകൾ ബഹുവചനം. ഇസ്മുൽ ഫാഇലിന്റെ ബഹുവചനം. അസ്മാ ഉൽ ഫാഇലീൻ മിനൽ അഫ്ആലി ക്രിയകളിൽ നിന്നും അല്ലാത്ത വരുന്ന ഫോളോയിങ് ക്രിയകളിൽ നിന്നും എന്ത് ചെയ്യുക? സുഹൽ അസ്മാ അൽ ഫാഇലീൻ ഇസ്മുൽ ഫാഇലുകൾ ഉണ്ടാക്കുക. വദ്കുർ നൗഅ കുല്ലി ഫിഅലിൻ ഓരോ ഫെയിലിന്റെയും ഇനം പരാമർശിക്കുക. ഓർത്താ പോരാ, പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. നൗഅ കുല്ലി ഫിഅലിൻ മിൻഹ അലൻ നഹ്വി താലി ഇൻ ദ ഫോളോയിങ് ഫോർമാറ്റ്. നഹ്വ് എന്ന് പറഞ്ഞാൽ മാതൃക, പോലെയുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ അതിനെന്ത് ചെയ്യുക? പറയുക. الفعل نوعه اسم الفاعل المسوغ منه أصله. فحج نوع എന്താണ്? മുളഅഫാണ്. അതിന്റെ ഇസ്മുൽ ഫാഇൽ ഹാജിനാണ്. ഇസ്മുൽ ഫാഇൽ സ്വാഭാവികമായിട്ടും ഹാജിജുൻ എന്നാ വരേണ്ടത്. അപ്പോ ജലസ യജ്ലിസു എന്താണ്? ജലസയുടെ സാധാരണ ഫായില് എന്താ പറയാ? ജലസയുടെ നൗ എന്താണ്? സാധാരണ ഫായില് ഫഅല് സഹീഹ്. സഹീഹ്. ഫഅല് സഹീഹ്. അതിന്റെ ഇസ്മുൽ ഫാഇൽ എന്താണ്? ജാലിസുൻ. അസ്ൽ എന്താണ്? ജാലിസുൻ. അക്കല യഅ്കുലു മഹ്മൂസാണ്. ആക്കിലുൻ അസ്ലുഹു ആക്കിലുൻ. ഫാഇലുൻ വരുമ്പോ ആക്കിലുൻ, വേറെ വ്യത്യാസമൊന്നുമില്ല. സഅല യസ്അലു അത് മഹ്മൂസ്, അത് മഹ്മൂസാണ്. ഇസ്മുൽ ഫാഇല് സായിലുൻ. ഇപ്പുറത്തല്ല, സഅല സായിലുൻ അസ്ലുഹു സായിലുൻ. ഖറഅ യഖ്റഉ ഖാരിഉൻ. അപ്പൊ എന്താണ്? മഹ്മൂസാണ്. ഖാരിഉൻ അസ്ലുഹു ഖാരിഉൻ. വഖഫ യഖിഫു മിസാലാണ്. വാക്കിഫുൻ അസ്ലുഹു വാക്കിഫുൻ. ശക്ക മുളഅഫുൻ അസ്ലുഹു ഷാക്കിക്കുൻ. ഷാക്കിക്കുൻ ഫാഇൽ പോലെ ഷാക്കിക്കുൻ. താബ അജ്വഫാണ്. എങ്ങനത്തെ അജ്വഫാണ്? താഇബുൻ. പിന്നെ താവിബുൻ. അപ്പൊ അജ്വഫ് എന്ത് അജ്വഫാണ്? അജ്വഫുൽ വാവിയാണ്. താബ യതൂബ് എന്ന് വരുന്നോണ്ട് വാവിയാണെന്ന് മനസ്സിലായി. ഗാബ, ഗാബയുടെ മുളാരി എന്താണ്? യഗീബു. ഗാബ യഗീബു. അപ്പൊ അജ്വഫ് യാഇയാണ്. ഗായിബുൻ. പിന്നെ ഗായിബുൻ. ഷഫാ യശ്ഫി നാക്കിസാണ്. ഇസ്മുൽ ഫാഇല് ഷാഫിൻ.
ഷാഫിൻ അസ്ലുഹു ഷാഫിയും 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 റജാ യർജു റാജീവൻ ഇനം ആ മിസാല് നൗഉഹു നാഖിസുൻ ഇസ്മുൽ ഫാഇല് റാജിൽ റാജി റാജിൻ അസ്ലുഹു റാജിൽ റാജിവുൻ ഓക്കെ. വളരെ നിൽക്കട്ടെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വായിച്ചു പഠിക്കാനുണ്ട്. വായിച്ച് ചിന്തിച്ച് വായിച്ചാൽ മതി, അമ്മലാക്കിയാൽ മതി. ഓക്കെ, വേറെന്താ? നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 15,000 വാക്കുകൾ പഠിപ്പിക്കുന്ന നോട്ടീസ് കിട്ടിയാൽ മതി. അത് കുറെ ചേർക്കണം നമുക്ക്. വണ്ടിപ്പെരിയാറിലെ 49 രൂപ ചാർജ് ചെയ്യും. വണ്ടിപ്പെരിയാറിന്റെ കാര്യം കണ്ട നോട്ടീസ് വന്നായിരുന്നു. ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിന്റെ നോട്ടീസ് അതെ ഉസ്താദ് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ക്ലാസ് ഉള്ള വണ്ടിപ്പെരിയാറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കാൻ വരുന്ന ആൾക്ക്. ആ ഇൻഷാ അല്ലാ. വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ് ആ അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ മലബാരം ഒക്കെ സഞ്ചരിച്ച് അവിടെ അക്കബയിലൂടെ ഒക്കെ പോയി. ഏത് വഴി? അക്കബ ഫലക്കത്ത് ഹമൽ അക്കബ എന്ന് പറഞ്ഞില്ലേ? ആ ചുരം തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഓ മലമ്പാത തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? മലമ്പാതയിലൂടെ ഒക്കെ പോയി. ഇപ്പൊ നല്ല റോഡാണല്ലോ ഉസ്താദേ. റോഡ് നല്ല റോഡാണ്. ഇപ്പൊ ഈ അതുപോലെ ഇതിലെ വളവും തിരിവും കണ്ടിന്യൂസ് വളവും തിരിവും ഉണ്ടാവും. പിന്നെ ഇവര് ബസ് ടൈം ബൗണ്ടഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് ആ ടൈം ഇത് ഓടി എത്താൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടം ഉണ്ടാവും. അതുപോലെ ഇപ്പൊ കൊട്ടിക്കാനം ഇടുക്കിയൊക്കെ നല്ല റോഡാണ്, നല്ല വീതിയുണ്ട്, വലിയ കയറ്റമിറക്കമില്ല. അപ്പൊ റെഡിയാക്കി. ഇതിന് കയറ്റിറക്കമൊന്നുമില്ല, കാര്യമായ കയറ്റിറക്കമൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കയറ്റം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തെ മല നമ്മളെ നേരെ വരുന്ന നമുക്ക് അറിയാൻ പറ്റും എത്ര ഹൈറ്റാണ് നമ്മൾ പോകുന്നത്. പിന്നെ താഴോട്ട് കുഴിയുള്ള ഭാഗങ്ങൾ കാണാം. കയറ്റമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ വിട്ട് എന്ന് പറയുന്നത് 2 വണ്ടിക്ക് പോകാനുള്ള, കഷ്ടിച്ച് പോകാനുള്ള വഴി ദൂരം മാത്രമേ. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വിട്ടേ ഉള്ളു, അല്പം അത്രേ ഉള്ളൂ. അന്ന് വണ്ടി കുറവായിരുന്നു. അതിൽ ഒരുത്തൻ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ പതുക്കെയാണ് പോകുന്നതെങ്കിൽ അടുത്ത വണ്ടിയിൽ നിന്ന് ഇടിക്കും, ബാക്കിൽ സ്പീഡിൽ വരുന്നവൻ. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആയിരിക്കണം. മുമ്പേ വണ്ടി പോയിട്ടുണ്ട്, അവൻ പതുക്കെയാണ് പോയത്. ഓക്കെ, അപ്പൊ ഇതിൽ 49 രൂപ കൊടുത്തിട്ട് ചേർക്കാനുള്ള കുറെ ആൾക്കാരെ ചേർക്കണം. നമ്മളെ ടെക്നോക്രാറ്റ്സുകൾ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അഭ്യസ്തത്തിലെ ആൾക്കാർക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ 5 വർഷം കൊണ്ട് ഖുർആൻ വായിച്ചു, അല്ല നിങ്ങൾ എത്ര വർഷം കൊണ്ട് ഡോക്ടറായി, എത്ര വർഷം കൊണ്ട് എഞ്ചിനീയർ ആയി, എന്നാ പിന്നെ എത്ര വർഷം കൊണ്ട് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും? ഖുർആനിൽ ആകെ 1000 വാക്കുകളെന്നാ പറയുന്നത്. 1800 വാക്കുകളിൽ 1850 വാക്കുകളിൽ 77,500 വാക്കുകളിൽ 1850 വാക്കുകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 1850 വാക്കുകളിൽ 800-850 വാക്കുകൾ പ്രോപ്പർ നാമങ്ങളാണ്, വാചകനാമങ്ങൾ, വ്യക്തി സ്ഥലനാമങ്ങളാണ്. അതിന്റെ ഡിറൈവ്ഡ് ഫോംസ് ഒന്നും വേണ്ടല്ലോ. അത് പോയി 850 എണ്ണം അതിന്റെ വേറെ അർത്ഥമൊന്നും പഠിക്കണ്ട. ബാക്കി 1000 വാക്കാണുള്ളത്. ആ 1000 വാക്കാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. اوكي الله توفيق ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.